മുരിങ്ങയില ഒഴിച്ച് ബാക്കി എല്ലാ ഇലകൾക്കും ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. ഈ സമയത്ത് നമ്മൾ പല രീതിയിൽ തോരനായിട്ടും കറിയായിട്ടും മരുന്ന് കഞ്ഞിയുടെ കൂടെയും ഒക്കെ നമ്മൾ ഒത്തിരി തരത്തിലെ ഇലകൾ കഴിക്കാറുണ്ട്. അതേപോലെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് പനിക്കൂർക്കയുടെ ഇല. നമുക്കതൊരു നല്ല രീതിയിൽ ഒരു ബജ്ജി ഉണ്ടാക്കി കഴിക്കാം. ഇതേപോലെയുള്ള ഇലകൾ എടുത്താൽ മതി. തളിര് ഇലകളാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ബജ്ജി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ കപ്പാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ്. 250 മില്ലിയുടെ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ആവശ്യം പോലെ നമുക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, എൻ്റെ വിരൽ 2 ഒടിഞ്ഞിരിക്കുകയാണ്. അത് ചൂടടിക്കാതിരിക്കാൻ ടർക്കി കൊണ്ടൊന്ന് ചുറ്റി വെച്ചേക്കണതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല, കൈ ഒന്ന് ടർക്കി കൊണ്ട് ചൂടടിക്കാതിരിക്കാൻ ചുറ്റി വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏതാണ്ട് 1/2 കപ്പോളം വെള്ളം ഇപ്പം ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം നേരം ബീറ്റ് ചെയ്ത് കൊടുക്കണോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ മാവ് കിട്ടും. ഞാനിപ്പോൾ കടലമാവ് ഇതേപോലെ ബീറ്റ് ചെയ്ത് ഒരു 7 മിനിറ്റോളം ഞാൻ ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സായ കടലമാവ് ഇങ്ങനെ ഇലയിൽ ഇതേപോലെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചും കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ തൂക്കിയിട്ടാലൊന്നും ഇലയ്ക്കകത്തുനിന്ന് നമുക്കിത് പോവില്ല. നല്ല പശ പോലെ ഒട്ടിപ്പിടിച്ച് തന്നെ നിന്നോളും. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇത് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. നമുക്കിത് കാണുമ്പോൾ തോന്നും പനിക്കൂർക്കയുടെ ചൊവയായിരിക്കില്ലേ ഇതിനകത്ത് മുന്നിൽ നിൽക്കണേന്ന്. പക്ഷെ പനിക്കൂർക്കയുടെ ചൊവ ഒട്ടും ഉണ്ടാവില്ല. നമ്മളിത് പനിക്കൂർക്കയാണെന്ന് അറിയേ പോലും ഇല്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഒത്തിരി തളിരുകൾ വന്നൊരു സമയം നമുക്ക് ഈ സമയത്ത് ഈ മഴയുള്ളൊക്കെ സീസണിൽ നല്ല തളിരുകളൊക്കെ കിട്ടും. അപ്പോൾ ഈ സീസണിൽ നമുക്കിത് ഉണ്ടാക്കി കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവർ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. നമുക്ക് 2 സൈഡ് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കോരി മാറ്റി വയ്ക്കാം. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ഇട്ട് കൊടുക്കുകയും വേണം. ഇപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. തീ ഒട്ടും കുറയ്ക്കണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എപ്പോഴും ഉണ്ടാവണം. നല്ല ചൂട് വേണം. എന്നാൽ മാത്രമേ നല്ല പപ്പടം പോലെ ഇത് പൊങ്ങി കിട്ടുള്ളൂ. പെട്ടെന്ന് പൊങ്ങി കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് മൊരിഞ്ഞും കിട്ടും. നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നമ്മൾ നീര് കുടിക്കാറുണ്ട്. പിന്നെ രാസ്നാദി പൊടിയുടെ കൂടെ ഇതൊന്ന് വാട്ടിപ്പിഴിഞ്ഞിട്ട് പനിക്കൂർക്കയുടെ ഇലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ നീരെടുത്ത് വാട്ടിപ്പിഴിഞ്ഞ് മിക്സ് ചെയ്ത് നമ്മൾ നെറുകയിലൊക്കെ ഇടും, നെറ്റിയിൽ തേക്കും. നമ്മുടെ ജലദോഷത്തിനും പനിക്കും ഒക്കെ നമ്മളിത് വാട്ടിപ്പിഴിഞ്ഞ നീര് നന്നായിട്ട് കുടിക്കണതാണ്. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കണ അത്രേ വരുന്നുള്ളൂ. ഇതൊന്ന് വാട്ടിയെടുത്ത പോലെ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. നമുക്കിതേപോലെ ഉണ്ടാക്കിയിട്ട് എന്തിൻ്റെങ്കിലും കൂടെ സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും മുക്കി നമുക്കിത് കഴിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഇത് കണ്ടില്ലേ, വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഞാനതൊന്ന് കടിച്ച് കാണിക്കാം. കണ്ടില്ലേ, ഞാനിത് കഴിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നല്ല ഇല അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലും അറിയില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്